നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏതായാലും നമ്മൾ കേരളം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന കോടതി വിധി അവസാനം ഉണ്ടായി. 3:30 വിധി വരുമെന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും നമ്മളിങ്ങനെ കാത്തിരുന്ന് 3:30 മണിയായി, 4:45. രാജ്മോഹൻ 3:30 വിധി വരുമെന്നല്ല, രാവിലെ 10 മണിക്ക് മുതൽ ചാനലുകൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. അത്ഭുത ഞാനത് പ്രത്യേകം ചോദിച്ചു. നമ്മളെല്ലാം ഈ പറയുന്ന ദായാണ്. ഞാനത് എൻ്റെ മലയാളം ഭാഷയിലെ സംശയങ്ങൾ പാലാ സെൻറ് തോമസ് കോളേജ് ഡേവിസ് എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ച്, അദ്ദേഹം പദകോശ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. ആ പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിനകത്തെല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് അത്ഭുതം ആണ്, അത്ഭുതം. ഇത് തന്നെയാ. ഇന്നിപ്പോൾ എന്നെ ഒരാൾ പറഞ്ഞത്, സാറൊന്നും വിചാരിക്കരുത്, സാറ് നിരന്തരം തെറ്റുവരുത്തുന്നു, അവതാരക എന്ന് പറയേണ്ടത് അവതാരിക എന്ന് പറയുന്നു, രണ്ട് വാക്ക്. പക്ഷേ യഥാർത്ഥത്തിൽ അവതാരികയാണ്, അധ്യാപികയാണ്, അഭിഭാഷികയാണ്, അല്ലാതെ അഭിഭാഷകയല്ല, അധ്യാപകയല്ല. അധ്യാപിക, അഭിഭാഷിക, അവതാരിക രണ്ടും ഒന്നാണ്. സന്യാസം, നമ്മൾ സന്യാസി എന്ന് പറയും, സംന്യാസം എന്നാണ് ഇത് അറിയാന്നുള്ള പലരും പറയുന്നത്. മറ്റേ ഞാൻ ഈ പുല്ലിംഗം സ്ത്രീലിംഗമുള്ള വ്യത്യാസം. എനിവേ, അപ്പൊ എന്ത് പറഞ്ഞപ്പോഴേ നമ്മൾ കോടതിയിലെ സമയം അത്ഭുതം. അതായത് എനിക്കിതിൻ്റെ അകത്ത് ഇത് ആദ്യം തന്നെ പറയാനുള്ള, കേസിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഞാൻ ഇന്നത്തെ നമ്മുടെ ഇന്ന സാധനത്തിൻ്റെ ടൈറ്റിലും തമ്മിൽ കൊടുത്തിരിക്കുന്ന വിഷയം തന്നെയാണ്. യഥാർത്ഥത്തിൽ ജഡ്ജ്, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണിയം വർഗീസ്, മാപ്രകൾ എന്ന് വിളിക്കുന്ന നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ഒന്നാം തരം പണി തന്നു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആശങ്കപ്പെട്ടത് ഒരു പക്ഷേ ഇവർ 5 മണി വരെ ഇവരിങ്ങനെ ഹൈപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് നാളെ വിധി പറയും, കൗണ്ടിങ് അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ പണിയില്ല. കാരണം ഇന്നത്തെ അന്തിച്ചർച്ച, ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചകളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങൾക്ക് പണ്ടൊരു അവളി പറ്റിയിട്ടുണ്ട്. മാനസാർ ബജറ്റ് അവതരിപ്പിച്ച് ഇങ്ങനെ കത്തിക്കയറി ഒന്ന് പണ്ഡിതന്മാരെ കൂടെ ഇരുത്തിയൊക്കെയാണ് ബാലകൃഷ്ണ ശിക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതി അതിലേക്ക് മാറിയത്. മാത്രമല്ല, ഈ പണ്ഡിതന്മാരെ ഇക്കണോമിക്സ് വിദഗ്ധന്മാരാണ് ഇരിക്കുന്നത്. രാഷ്ട്രീയക്കാരനെ പിന്നെ കൊണ്ടുവരണ്ടേ അടുത്ത്? അവർക്കാർക്കും അറിയത്തില്ല, അവർക്ക് ഈ വിഷയത്തിൽ അവർ ഇടപെടുന്ന ആളല്ലല്ലോ. നമ്മൾ ശരിക്കും നമ്മൾ നട്ടം തിരിഞ്ഞു ചെയ്യും. കൂട്ടത്തെ അത് 1-2 പേരെ കൊണ്ടുവന്നത് ഞങ്ങൾ തൽക്കാലം പിടിച്ചതിന് പിന്നെ വേറെ ആളിനെ എത്തിച്ച്. ഞാൻ ചോദിച്ചത്, ഈ മാധ്യമപ്രവർത്തകരോട് ഒരു കരുണയും കാണിക്കേണ്ട ബാധ്യത ഈ ജഡ്ജിക്കില്ല. ഇല്ല. കാരണം അവരോട് വളരെ മോശമായിട്ടാണ്, ഒരു കോടതി ആണ് എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ മാധ്യമപ്രവർത്തകർ അവർ സ്വയം വിധി എഴുതുകയായിരുന്നു ഈ ദിവസങ്ങളിൽ. എല്ലാം അങ്ങനെയാണല്ലോ, മാധ്യമ ജഡ്ജിമാർ. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഇന്ന് രാവിലെ ഇത് വിധിയുടെ പകർപ്പ് വന്നിട്ടില്ല. ശ്രദ്ധിക്കുക, വിധി പകർപ്പ് വന്നിട്ടില്ല. വിധിയുടെ വിശദാംശങ്ങൾ ഒരുപാട് പേജുകളുള്ളതായിരിക്കുമല്ലോ തീർച്ചയായും. ആണല്ലോ. ഈ കേസല്ലേ, കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കേസായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അത്രയും വർഷം എന്നുള്ളതല്ല, ഇതിന് ഇത്രയധികം സാക്ഷികളുണ്ട്, ഇത്രയധികം രേഖകളുണ്ട്. ഈ സാക്ഷികളുടെ എല്ലാം മൊഴി ഇതിനകത്ത് കയറും. ഈ കോടതി വന്ന സംഭവങ്ങളില്ലേ, അത് മുഴുവനുണ്ടോ ഇതിനകത്തുണ്ടാവും. ഈ സാക്ഷികളുടെ മൊഴികളെ, ഇത് ബന്ധപ്പെട്ട കാര്യങ്ങളെ, വിലയിരുത്തുകളെ, കോടതി വിധികളെ, മാത്രമല്ല ഇതിൻ്റെ ഉപകേസുകൾ പലതുണ്ട്. ഈ കഥയെല്ലാം പറഞ്ഞിട്ട് വേണം ഈ കോടതി വിധി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കോടതി വിധി ഇന്ന് വന്നിട്ടില്ല. എനിക്കറിയില്ല, നമ്മളിത് പ്രസിദ്ധീകരിക്കുമ്പോൾ വന്നിട്ടില്ല, ഇന്ന് തന്നെ വരുമെന്നറിയില്ല. അങ്ങനെ വരുന്നില്ലെങ്കിൽ, ഇന്ന് വിധി പകർപ്പ് വരുന്നില്ലെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ നമ്മളുണ്ടാക്കിയ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം 6 പേരെ ശിക്ഷിച്ചു എന്നതാണ്. മറ്റുള്ളവരെ വെറുതെ വിട്ടു. ഈ 6 പേരും ബലാത്സംഗമടക്കമുള്ള ഗൂഢാലോചന അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ശിക്ഷ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് ഹൈപ്പ്? ദിലീപില്ല. ദിലീപിന് എത്ര വർഷം തടവ് കിട്ടുമെന്നറിയായിരുന്നു. ദിലീപില്ല എന്ന് മാത്രമല്ല, ഇതിനകത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കോടതി കഴിഞ്ഞ ആഴ്ച ഒരു കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു. ഒന്ന്, ഈ ഗൂഢാലോചന ചെയ്തെന്ന് പറഞ്ഞു. ഈ ഗൂഢാലോചന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗൂഢാലോചനയ്ക്ക് മാത്രം പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മുമ്പേ ഞാൻ ഡെസ്ക് ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 20 വർഷം തടവ് പറഞ്ഞില്ല. അതെ, കറക്റ്റ് പറഞ്ഞില്ല. എന്താണ് തടവെന്ന് ഇതിപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ പറയും, കണ്ടോ വിധി നേരത്തെ ചോർന്നെന്ന് പറയും. 20 വർഷം തടവ് കിട്ടുന്ന എനിക്കറിയായിരുന്നു. 2 കാരണങ്ങളാണ്. അതാണ് അതിന്റെ മിനിമം. ഡിസ്കസ് ചെയ്തായിരുന്നു ഇതേ കാര്യം. അതാണ് അതിന്റെ മിനിമം. ചാനലുകളെല്ലാം തന്നെ ഇത് ജീവന് കിട്ടാൻ മരണം വരെ ജയിലെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്തുള്ളൊരു പ്രോബ്ലം, നിയമം പറയുന്നത് ഗൂഢാലോചന കുറ്റം ചുമത്തിയാൽ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് ഏതൊരാളാണോ കുറ്റകൃത്യം ചെയ്തത് അയാൾക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ ഗൂഢാലോചന കൊടുക്കണം നിയമം. സത്യം പറഞ്ഞാൽ 2ാം പ്രതി മാർട്ടിൻ കരയുന്നത് കണ്ട് എനിക്ക് സങ്കടം വന്നു. ആ മാർട്ടിൻ, എനിക്ക് തോന്നിയ മറ്റേ ഡ്രൈവർ, ആ പയ്യൻ ഒരു ക്രിമിനൽ പശ്ചാത്തലം അവനില്ല. അവൻ
ഈ ക്രിമിനൽ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് ശിക്ഷിച്ചെന്ന് പറയുമ്പോഴും അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ പെട്ടുപോയത് നമുക്കറിയില്ല. അതിന് കൃത്യമല്ല ആ കാര്യമുണ്ട്. പക്ഷെ അവൻ ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി ശിക്ഷിച്ചു. പക്ഷേ അവനുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യവും ഇല്ല. ക്രിമിനൽ പശ്ചാത്തലം അയാൾക്കില്ല. ക്രിമിനൽ ഒരു പെറ്റി കേസ് പോലും അവൻ്റെ പേരിലില്ല. പാവപ്പെട്ട ജീവിക്കാൻ വേണ്ടി ഡ്രൈവ് ഓടിച്ചത്, ടാക്സി ഓടിച്ചത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അവൻ ഈ ഗാങ്ങിൻ്റെ ഭാഗമായി ഒരു പക്ഷേ പെട്ടുപോയതാവാം. അപ്പം അതുകൊണ്ടാണ് അവൻ കരയുന്നത്. അതേസമയം പൾസർ സുനിക്ക് യാതൊരു ഒരു കുറ്റബോധവുമില്ല. കാരണം പൾസർ സുനിക്ക് പശ്ചാത്തലമുണ്ട്. അപ്പം പൾസർ സുനിക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ വേണം ഈ മാർട്ടിനും ബാക്കിയുള്ളവരും കൊടുക്കണം. അതുകൊണ്ടാവാം പൾസർ സുനിക്ക് പോലും ശിക്ഷ മിനിമം ആയത്. കാരണം എല്ലാവരും കൂടുതൽ പ്രതീക്ഷിച്ചു. അല്ല, പൾസർ സുനിക്ക് മാത്രമായി അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല സാങ്കേതികമായി. കാരണം അങ്ങനെ ഗൂഢാലോചന തെളിഞ്ഞില്ലെങ്കിൽ കൊടുക്കാം. ഗൂഢാലോചന ഇല്ലെങ്കിൽ ഇവർ പ്രതികളല്ല. കാരണം റേപ്പ് നടത്തിയത് ആരാണ്? പൾസർ സുനി. അപ്പം പൾസർ സുനിയെ എത്ര വർഷം വേണം ശിക്ഷിക്കാം? ബാക്കിയുള്ളവർ ഈ റേപ്പിന്റെ ഗൂഢാലോചന നടത്തിയവരാണ്. അപ്പം നിയമം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗൂഢാലോചകർക്ക് കുറ്റകൃത്യം ചെയ്ത ആൾക്ക് കൊടുത്ത ശിക്ഷ കൊടുക്കണമെന്നാണ്. അപ്പം ഈ ജഡ്ജ് ഈ മരണം വരെ ജീവപര്യന്തം വിധിച്ചാൽ ഈ മാർട്ടിനും കൊടുക്കണം. ജീവിതകാലം കൊടുക്കണ്ട. അതുകൊണ്ടാവാം എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യം കൊടുത്തത്, ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്തത്. ഇതിൻ്റെ അകത്ത് ഈ ബലാത്സംഗമല്ല, കൂട്ടബലാത്സംഗം എന്ന കുറ്റകൃത്യത്തിന് കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. 20 തൊട്ട് മുകളിലോട്ടാണ് പിന്നെ ഇതിന്റെ ശിക്ഷ പോകുന്നത്. അതെ, പിന്നെ അടുത്ത ജീവപര്യന്തം, മരണം വരെ ജീവപര്യന്തം. ഈ ജീവപര്യന്തത്തിന് അതും കുഴപ്പമുണ്ട്. കാരണം ഷെറിൻ കൊലപാതക കുറ്റം ചെയ്തു. ഈ കാരണവർ വധക്കേസിലെ ഷെറിൻ കൊലപാതക കുറ്റത്തിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടതാണ്. അവർ 12 വർഷം തികച്ചിട്ടില്ല. 12 വർഷമാണ് ടെക്നിക്കലി ആയത്. അതിനിടയ്ക്ക് പരകളൊക്കെ കുറച്ചാൽ, ഇഷ്ടംപോലെ ഒരാളോട് ജാമ്യമൊക്കെ കുറച്ചാൽ 12 വർഷം തികച്ചിട്ടില്ല. അവർ പക്ഷേ വീട്ടിൽ സുഖമായിട്ട് കഴിയുന്നു. ഇനി വേറെ കല്യാണം കഴിക്കാം, സുഖമായിട്ട് ജീവിക്കാം. മാത്രമല്ല കാരണവരും മരിച്ചുപോയി, സ്വത്തുണ്ടായി. ആ സ്വത്ത് കിട്ടത്തില്ല കേട്ടോ, അങ്ങനെ പ്രശ്നമുണ്ട്. അതായത് ഈ ഒരാളുടെ മരണത്തിന് കാരണമായിരിക്കുന്ന ഒരാൾക്ക് അവകാശപ്പെട്ട സ്വത്ത് പോലും കിട്ടത്തില്ല. കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ പറ്റത്തില്ല. അതായത് ഇപ്പം ഇവിടെ കേടലില് നമ്മുടെ കേരള ജിൻസനാണല്ലോ അപ്പനമ്മയും കൊന്നത്. ആ സ്വത്തുക്കൾ സ്വന്തം അമ്മാവന്റെ സ്വത്ത് പോലും ഇവിടേക്ക് എഴുതി കൊടുത്തിട്ടായിരുന്നു. അങ്ങനെ അതായത് അമ്മാവന് വയ്യാതെ വന്നപ്പോൾ, ഒരു മിടുക്കനായിരുന്നു, വയ്യാതെ വന്നപ്പോൾ 50,000 രൂപ വെച്ച് മാസം കൊടുത്തോളാം എന്ന് പറഞ്ഞ് പെങ്ങക്ക് എഴുതി കൊടുത്തിരുന്നു. അതായത് ജിൽസിന്റെ അമ്മയ്ക്ക് എഴുതി കൊടുത്തിരുന്നു. പക്ഷേ അത് കൊടുത്തില്ല, അവൻ തിരിച്ചു കൊടുത്തില്ല. പക്ഷേ ഈ സ്വത്തിന് മേൽ ഒരു അവകാശവും ജിൻസനില്ല. അങ്ങനെ ഒരു കൊലപാതകം നടന്നാൽ ആ കൊലപാതകത്തിലെ പ്രതിക്ക് നിയമപരമായി കിട്ടേണ്ട സ്വത്ത് പോലും ആരെയാണോ കൊന്നത് അവരുടേതാണ് കിട്ടത്തില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം അച്ഛനമ്മ തല്ലിക്കൊന്ന കുറെ ആർക്കും കിട്ടത്തില്ല, അവർക്കാണ് സ്വത്ത് കിട്ടുന്നത്. അത് നിയമത്തിൽ കൃത്യമായി പറയുന്നു. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പനെ അമ്മയും കൊന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് സ്വത്ത് അനുഭവിക്കാന്ന് വെച്ചാൽ നടക്കൂല. അതിൽ ശിക്ഷിച്ചാൽ പിന്നെ അത് ശിക്ഷ കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമില്ല. എന്നിരുന്നാലും ഇവിടുത്തെ ഒരു വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജീവപര്യന്തം എന്ന് പറയുന്ന സാധനം കൊടുത്താൽ ഈ പറഞ്ഞ മാർട്ടിനടക്കമുള്ളവർക്കും വേറൊരു പ്രദീപം അങ്ങനെ ഒരാളും കരയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കരയണമെങ്കിൽ ഒരു ഇതുപോലൊരു കേസിൽ പോയി കരയണമെങ്കിൽ അവർ പെട്ടുപോയതാവും. പക്ഷേ കുറ്റകൃത്യത്തിന്റെ ഗാങ്ങിൽ പെട്ടാൽ എന്തൊക്കെ സംഭവിക്കുന്നതിന് തെളിവാണ്. അപ്പൊ ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടെന്നുള്ള സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ കോടതിയുടെ ഉത്തരവിലായിരിക്കും ഉത്തരവിലെ വരൂ. ആ ഉത്തരവിൽ ഇപ്പൊ ഇന്നത്തെ ഈ ഹൈപ്പ് ബിൽഡപ്പ് സഫലമാകണമെങ്കിൽ ഉത്തരവ് പുറത്തു വരണം. ഉത്തരവ് പുറത്തു വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാം അറിയാൻ, നമ്മളിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് ശിക്ഷ കിട്ടും എന്ന് അറിയുന്നതിനേക്കാൾ ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നറിയാനാണ് എല്ലാവർക്കും അതിന്റെ താല്പര്യം. അതാണ് ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ താല്പര്യമുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പം കോടതി കേസ് വിളിക്കുന്നു. രാവിലെ 11 മണിക്ക് ആണ്, ഒരു 10 കാലമായപ്പോഴത്തേക്കും ജഡ്ജ് വരുന്ന ചിത്രം പോലും ചാനലുകൾ അതൊക്കെ തെറ്റാണ് കേട്ടോ. അതായത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ ജഡ്ജ് എന്ന് പറയുന്ന വ്യക്തിക്കൊരു പ്രസക്തിയില്ല. അവരുടെ പേര് പറയുന്ന ഒരു ഉചിതമല്ല. പദവിയാണ്, ആ കസേരയാണ്. ആ കസേരയിലിരിക്കുന്നത് ഇപ്പോൾ ഹണിയം വർഗീസ് അല്ലായിരുന്നു കരുതുക. അവിടെ ഇരിക്കുന്നത് മറ്റൊരു ജഡ്ജായിരുന്നെങ്കിൽ അവരവരുടെ മുമ്പിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ജഡ്ജിൻ്റെ ഫോട്ടോ കാണിക്കുന്നതും അവരുടെ പേരെടുത്ത് പറയുന്നതും പോലും നിയമ സംവിധാനത്തിൽ, കാരണം അവർ റിസ്ക് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഒരു റിസ്ക് ഉണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിധി പറയുമ്പോൾ പലപ്പോഴും ഈ കോടതി വിധി വരുമ്പോൾ ജഡ്ജിന്റെ ഫോട്ടോ വരുന്നത് പോലും ശരിയല്ല, നിയമപരം ശരിയല്ലത്.
അപ്പോൾ ഇവർ വരുന്ന ഫോട്ടോ വരെടുത്ത് കാണും. നമുക്ക് പത്രക്കാർക്ക് എന്തൊക്കെയോ സാരമായ കുഴപ്പം പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ കണ്ട രാഹുൽ മാങ്കോട്ടത്തിൻ്റെ പറക്കെ കിടന്ന് അവിടെ അയാൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർന്നു. പക്ഷെ അത് നന്നായി അയാൾ ഷൈൻ ചെയ്തു. അയാൾ നന്നായിട്ട് ഷൈൻ ചെയ്തു. ഞാൻ ഇന്നലെ മാനേജ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര രസമായിട്ട് മാനേജ്. എനിക്ക് അയാൾ ബഹുമാനം തോന്നി. കാരണം അയാൾ ആദ്യം പറയാനുള്ളവർ പറഞ്ഞു വെറുപ്പിച്ചില്ല. തൊട്ട് പിന്നാലെ അയാൾ ചായക്കട അയാൾ ചായ അടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര അയാൾക്കൊരു ആരാധകരെ കിട്ടി. കണ്ടിന്യൂറ്റി വന്നു. എനിവേ, അപ്പൊ ഈ രാവിലെ വന്നപ്പോൾ എന്റെ ചോദ്യം, ജഡ്ജ് തീരുമാനിച്ച് വെച്ചതാണല്ലോ ഇവരുടെ ശിക്ഷ. അതെ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവർ പറയുന്ന കേൾക്കുന്നു. ഈ പറഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂറോളം വാദം കേട്ടു. ആകപ്പാട് എന്താണ്, കേസിന്റെ മെറിറ്റ് അല്ല, ഒരു കുറ്റക്കാരാന്ന് കണ്ടെത്തി. കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ട് പിന്നെ ഇനി കുറ്റക്കാർക്ക് പറയാനുള്ളത് കേൾക്കുക, കുറ്റക്കാർക്ക് പറയാനുള്ള ലാസ്റ്റ്, അതായത് നിയമപരമായി കേൾക്കണം കേട്ടു. അപ്പം അവസാനം എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഒരാളെ, അതാണ് ഈ ഭാര്യയുണ്ട്, എൻ്റെ അമ്മ കിടപ്പിലാണ്, സുഖമല്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതിൻ്റെ അതും കഥയൊന്നുമില്ല. കാരണം കുറ്റക്കാരെന്ന് കണ്ടെത്തി അവർക്ക് കൊടുക്കാനുള്ള ശിക്ഷയും നിയമം നോക്കി എഴുതിയിട്ടാണ് വരുന്നത്. പിന്നെ ഇതൊരു ഒരു ഔപചാരിക. ഇപ്പം നമ്മളൊരു പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കിയാൽ ചോദിക്കും, പോലീസ് ഉപദ്രവിച്ചോ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ. അതുപോലെ തന്നെ നമ്മളൊരു കുറ്റം ചെയ്തോ, കുറ്റപത്രം വായിച്ച് കളിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും, കുറ്റം ചെയ്തിട്ടുണ്ടോ. ഒരു ജഡ്ജും ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം എല്ലാവരും കുറ്റം ചെയ്തിട്ടില്ല, എന്നാലും കേസ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു പടം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഇനി ചിലർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കേസ് തീർന്നു. അപ്പൊ അത്തരത്തിൽ നടക്കുമ്പോൾ വേണമെങ്കിൽ ഈ കോടതിക്ക് ഉച്ചയ്ക്ക് മുമ്പോ, അല്ലെങ്കിൽ 11 മണിക്ക് വന്നാൽ 12 മണിക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പോ ശിക്ഷ പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നി ഈ മാപ്രകൾ എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് ഒരു പണി നന്നേക്കാം. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ജഡ്ജിനെതിരെ വലിയ അറ്റാക്കല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞ, പക്ഷേ നിയമപരമായ കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ചയില്ലെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞല്ലേ, കോടതിയിൽ പറഞ്ഞു. അതായത് അത് ഏത് കാര്യം ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. പല രീതിയിലും ഈ പത്രങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ദിലീപ് മറ്റൊരു ഹർജി കൊടുത്തു, കോടതിയിലക്ഷ്യ ഹർജി കൊടുത്തു. അതെ. ആ ഹർജി കോടതി 18-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. ആ മാറ്റി വെച്ചപ്പോഴും നിങ്ങൾ എൻ്റെ ചരിത്രമൊക്കെ അന്വേഷിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കോടതിയെക്കുറിച്ചോ കോടതി വിധിയെക്കുറിച്ചോ പറഞ്ഞാൽ അതാണ് അതിൻ്റെ വകുപ്പ്. ഞാൻ പറഞ്ഞേ, ജഡ്ജിമെൻറ്റിനെയും വിമർശിക്കാം, അതിന് എതിർപ്പൊന്നുമില്ല. ഒരു ജഡ്ജിമെൻറ്റ് അത് മെറിറ്റിലല്ല, ദിലീപിനെ ശിക്ഷിക്കേണ്ടതായിരുന്നു എന്ന ഒരഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ പണത്തിന് മീതെ കോടതിയെ പറക്കില്ല എന്ന് പറഞ്ഞാൽ അത് കോടതിയെ സ്കാൻഡലൈസ് ചെയ്യുകയാണ്. അതെ. പ്രത്യേകിച്ച് അഭിഭാഷകർ പറഞ്ഞു. ദിലീപ് വന്നപ്പോൾ ജഡ്ജി എണീറ്റ് പറഞ്ഞ കള്ളപ്രചരണം. അത് മാത്രമല്ല രാജ്മോഹൻ, എന്തെല്ലാം നുണകളാണ്. എനിക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഈ ദിലീപ് പൂർണ്ണ നിരപരാധിയാണെന്നും അയാളെ അങ്ങനെ എല്ലാവരോടും കൂടി കുറ്റവാളിയാക്കിയെന്ന അഭിപ്രായം എനിക്കില്ല. ദിലീപ് അത്ര വെടിപ്പല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരുപാട് സാഹചര്യം, ഒരു പക്ഷേ നിയമത്തിൻ്റെ പഴുതിലൂടെ ദിലീപ് രക്ഷപ്പെട്ടതാവാം. അതെ. ഒരു പക്ഷേ ഈ രാവണനായ രാമൻപിള്ളയുടെ ബുദ്ധിയിൽ ഇനി ഇതിനേക്കാൾ ആരും ചർച്ച ചെയ്യാത്ത വിഷയം ഒരുപക്ഷെ പ്രോസിക്യൂഷനെ പോലും സ്വാധീനിച്ച് മട്ടിമറിച്ചു. ഇവരെല്ലാം മറന്നുപോകുന്ന കാര്യം, കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ദിലീപിന് വേണ്ടി ഒരുപാട് പേരെ, ദിലീപിനെതിരെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നവർ മറന്നുപോകുന്നൊരു സംഗതി, ഇവിടെ ദിലീപ് കുറ്റവിമുക്തനായെങ്കിൽ അതിജീവിത അപമാനിക്കപ്പെട്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം പ്രോസിക്യൂഷനാണ്. അത്രേ ഉള്ളൂ. പ്രോസിക്യൂഷന്റെ ബാധ്യതയാണ്, കടമയാണ് അവരുടെ. ഒരാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റകൃത്യം ചെയ്തു തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനുണ്ട്. ഇനി മറ്റൊരു സംഗതി കൂടി, അതിജീവിതയുടെ അഭിഭാഷക എന്ന് പറഞ്ഞ സ്ത്രീ രംഗത്ത് പ്രവേശനം ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും വിചിത്രമായി തോന്നിയൊരു കാര്യം. ഇന്ന് മറുനാടനെതിരെ പൊട്ടിത്തെറിക്കുന്ന കണ്ടു. ശക്തിയായി എന്തിനാണ് മറുനാടനെതിരെ പൊട്ടിത്തെറിച്ചത്? പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുക, ഇന്ന് രാവിലെ TB മിനി മറുനാടനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവരെന്തിനാണ് മറുനാടിന്റെ പേരെടുത്ത് പറഞ്ഞ് പൊട്ടിത്തെറിച്ചത്? നമ്മൾ ദിലീപിന് അനുകൂലമായിട്ട്, നമ്മൾ ദിലീപിന്റെ വിഷയത്തിൽ ഏറ്റവും ശക്തമായ ദിലീപിന്റെ നിലപാടെടുത്ത് നമ്മളാണ്. ഇന്നും മറുനാടൻ ഓൺലൈൻ പോർട്ടൽ ദിലീപിനെതിരെ തന്നെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറയുന്നു. ആ പറയുന്നത് ദിലീപ് നീതിമാനാണെന്നല്ല, കോടതിയുടെ ഉത്തരവിനെ അംഗീകരിച്ചാൽ മതി. അതിപ്പം ദിലീപിന്റെ കാര്യത്തിൽ മാത്രമല്ല, എത്രയോ കേസുകളിൽ നമുക്കെതിരെ വിധി വന്നിട്ടുണ്ട്. നമ്മൾ ഇരകളായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. കാരണം പറയരുതേ എന്നതാണ് നമ്മുടെ നിലപാട്. അത് മാത്രം ഇവിടെ എടുത്തുള്ളൂ. മേൽക്കോടതി ഉണ്ടല്ലോ, എത്രയോ ഇത് താഴെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് സെഷൻസ് കോടതിയല്ലേ, ഹൈക്കോടതിയില്ലേ, സുപ്രീം കോടതിയില്ലേ? അപ്പൊ എന്നിട്ട് ഇവർ ബഹളം വെച്ച് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ ഈ വിഷയം ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പോകണം. ഞാനതൊരു വീഡിയോ പോലെ നാളെ ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയാണ്. ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ മേൽ ഇവരിങ്ങനെ പൊട്ടിത്തെറിക്കാൻ കാരണം, ഇവർ അതിജീവിതയുടെ വക്കീൽ എന്ന വ്യാജേനെ കഴിഞ്ഞ 5-8 വർഷം രംഗപ്രവേശം ചെയ്ത് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് അവരാണ് ഈ അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്ന രീതിയിൽ നുണപ്രചരണം നടത്തുകയായിരുന്നു.
അതിജീവിത എല്ലാ ജീവിത വേദനകളും പറയുന്ന ആളുകളോട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം അവരോട് സംസാരിച്ചു പറഞ്ഞത് ഇവരാരും കൊണ്ട് വെച്ച വക്കീലല്ല. ഇവർ പറഞ്ഞ 3-4 നുണകൾ. ഒന്നാമത്തെ നുണ, ആരും ഉണ്ടായിരുന്നില്ല അതിജീവിതയ്ക്ക് വക്കീലാവൻ. വ്യാജം. ഏതെങ്കിലും വക്കീൽ തയ്യാറാക്കി അതിസമ്പന്നമായ വെറുതെ. അതെ, അതിജീവിതയ്ക്ക് വക്കീലിന്റെ ആവശ്യമില്ല. അതാണ് പ്രോസിക്യൂട്ടറോട് വെച്ചിട്ട്. അതിനാണ് പ്രോസിക്യൂട്ടർ. ആരാണ്? സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ അല്ല. ശ്രദ്ധിക്കണം. അതെ, ഈ സർക്കാർ രാഷ്ട്രീയക്കാരെ പ്രോസിക്യൂട്ടറായിട്ട് വെക്കുന്നുണ്ട്. ആ പ്രോസിക്യൂട്ടർ അല്ല, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞ ഒരാളെയാണ് വെച്ചിരിക്കുന്നത്. ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സജസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഈ അതിജീവിതയ്ക്കുണ്ട്. അതിജീവിത പറയായിരുന്നു വെച്ചാൽ കൊല്ലം ബാറിലെ മോഹൻരാജിനെ വേണം എന്ന് പറഞ്ഞാൽ മോഹൻരാജിനെ വെക്കും. ഇനി എസ് രാജീവിനെ വേണം, വെക്കും. അപ്പോൾ അവരുടെ മറ്റ് കേസുകളോ, അപ്പോൾ അവരുടെ ഫീസിന് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടി വരും. കേസിൽ ജനാർദ്ദന കുറുപ്പായിരുന്നു അത്രയും പ്രഗത്ഭനായ. പറ്റും. പലയിടങ്ങളിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വരുന്നത് വിശ്വാസമുള്ള ആളുകളാണ്. അപ്പം അവിടെയൊക്കെ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ ഉത്തരവാദിത്വം സർക്കാരിനാണ്, അതിജീവിതയ്ക്കാണ്. ഇവിടെ അതിജീവിതയുടെ വക്കീൽ എന്ന നിലയിൽ ഇവർ രംഗപ്രവേശം ചെയ്യുന്നു. ഇവർക്ക് നിയമത്തെക്കുറിച്ച് കമാന്ന് രക്ഷ പറഞ്ഞുകൂടാ. ഇവർക്ക് ഒരു തരത്തിലുള്ള മെറിറ്റും ഇവരൊരു വക്കീൽ എന്ന നിലയിൽ ഒരു കേസും തെളിയിച്ചതായി പശ്ചാത്തലമില്ല. ഞാനിവരെക്കുറിച്ച് അന്വേഷിച്ചു. ഈ സ്ത്രീ അവര് പഴയ റെഡ് ഫ്ലാഗില്ലേ, ആ റെഡ് ഫ്ലാഗിന്റെ പ്രവർത്തകയായിരുന്നു. ചാൾസ് ജോർജ് അതിനെ അങ്ങോട്ട് ചാൾസ് ജോർജ്. എന്നിട്ട് ഇത് ഭിന്നിച്ച് പോയി. പക്ഷെ ഞാൻ ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഇടനില നിൽക്കുന്ന കാര്യത്തിൽ വിദഗ്ധയാണ്. അതാണ് UNA-യുടെ തുടക്കകാലത്ത്, നേഴ്സുമാരുടെ സംഘടന തുടക്കകാലത്ത് ഇവരെ സഹായിക്കുന്നത് പോലെ കൂടി. എന്നിട്ട് ഇവർ ഇടനിലയ്ക്ക് പോയി. ഞാൻ ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ IELTS പരീക്ഷാ തട്ടിപ്പുണ്ട്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഇവർ ഇടനില നിന്ന് പണം വാങ്ങിയെന്നാണ് അതുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞത്. ഇത്തരത്തിൽ ഇടനില നിൽക്കാൻ വേണ്ടി ഇവർ ഇടിച്ചു കയറി നിൽക്കുന്ന ഒരാളാണ്. ഞാൻ അതിജീവിതയുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചു, അവരാരും ഇവരെ നിയമിച്ചിട്ടില്ല. ഒരു വക്കീലിനെ കിട്ടായില്ലെന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വിശ്വസിക്കാൻ. അതുപോലെ എന്തെല്ലാം നുണകൾ. വേറൊരു നുണ, മറ്റേ കോടതിയിൽ എഴുന്നേറ്റു എന്ന് പറഞ്ഞില്ലേ, ജഡ്ജി വന്നപ്പോൾ ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി ചാൾസ് ജോർജ് പറഞ്ഞതാണ്. അതൊക്കെ തെറ്റ്. അതിനേക്കാൾ രസമുള്ള കാര്യം, എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഈ കോടതിയിൽ അതിജീവിതയെ ചോദ്യം ചെയ്യാൻ 20-30 വക്കീലന്മാർ ഒരുമിച്ച് നിരനിന്നു. നുണയാണ്. ലോകത്ത് നടക്കുന്ന കാര്യമാണ്. നിയമസഭയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തല്ല ഇങ്ങനെ യാതൊരു ബോധമില്ലെന്ന് പറയുന്നതാണ്. അതിജീവിതയ്ക്ക് ദിലീപിന് വക്കീൽ ഒരാളുണ്ടെങ്കിൽ ആ വക്കീലിനെ സഹായിക്കാൻ മറ്റു വക്കീലന്മാർ കാണും. പക്ഷെ അവർക്കാർക്കും മിണ്ടാൻ പറ്റത്തില്ല. അതിജീവിതം ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ ഒരു വക്കീലായിരിക്കും ക്രോസ് വിസ്താരം ചെയ്യുന്നത്. അയാൾക്ക് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 20 ഇതൊക്കെ സിനിമയിൽ കാണുമായിരിക്കും. ഇതൊക്കെ കള്ളങ്ങളാണ്, പച്ച കള്ളങ്ങളാണ്. ഈ കള്ളങ്ങൾ പറഞ്ഞ് ഇതിന് അട്ടിമറിക്കാൻ ശ്രമിക്കും. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനാണ് എന്നതിന് തെളിവ് ഹാജരാക്കണം. ആ തെളിവ് ഹാജരാക്കി വാദിച്ചെടുക്കാനുള്ള പ്രോസിക്യൂഷന്റെ ബാധ്യതയുണ്ട്. ഇതൊന്നും ചെയ്യാതെ കോടതിയെ ചീത്ത വിളിച്ചിട്ടൊരു കഥയില്ല. അപ്പൊ എന്നെ ഇവർ ചീത്ത വിളിക്കാൻ കാര്യം, ഞാൻ ഈ കഥ പറഞ്ഞത്, അതായത് ഇവർ UNA-യിൽ മറ്റേ UNA-യുടെ സമരത്തിൽ അന്ന് അത് പറഞ്ഞതാണ്. മാത്രമല്ല അതിനുശേഷം ഇപ്പം ഞെട്ടലോടുകൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇവരൊരു ഇടനിലനിന്നതിൻ്റെ കഥ അറിഞ്ഞു. ഞാൻ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊരു IELTS തട്ടിപ്പ് കേസിൽ വലിയൊരു ഇടനിലക്കാരിയായി പ്രവർത്തിച്ചു. അതിന് ഫുൾ വിശദാംശങ്ങൾ ഇതിൻ്റെ ഇരകളോട്ട് ഞാൻ സംസാരിച്ച് മനസ്സിലാക്കി. അപ്പം എന്നിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോയി പേരെടുത്ത് ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ, ദിലീപ് കേസിലെ അതിജീവിതയുടെ വക്കീൽ എന്ന നിലയിൽ ഇവർ ഈ കഴിഞ്ഞ കുറേ കാലം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആരോ ഒരാൾ പറഞ്ഞു കേട്ടു, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, TV-യിൽ ചർച്ച കണ്ടിട്ട് അക്കാലത്ത് കൊടുത്തു, നമ്പർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച്. ഇതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ കേസ് നടത്താൻ അറിയത്തില്ല, കേസ് നടത്തി തോക്കും. പക്ഷേ ഇവരിങ്ങനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. ഇത് പറയുമ്പോൾ സത്യം പറയുന്ന മനുഷ്യൻ്റെ ഒരു അവസ്ഥ. എനിവേ, ഞാൻ പറഞ്ഞു രാജ്മോഹൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കോടതി ബോധപൂർവമാണ് രാവിലെ വേണമെങ്കിൽ, കാരണം വിധിപ്പകർപ്പ് വരുന്നില്ല, വിധിപ്പകർപ്പാണെങ്കിൽ ഇന്ന് രാവിലെ സംസാരിച്ച കാര്യം കൂടെ ഒക്കെ ചേർത്ത് എടുക്കാൻ സമയമെടുക്കും. വിധിപ്പകർപ്പ് വരാതിരിക്കുന്നിടത്തോളം കാലം ജഡ്ജിക്ക് വേണമെങ്കിൽ പറയായിരുന്നു, ഇത് ആകപ്പാടെ എന്താണ് വിധി പറഞ്ഞത്, 1 മുതൽ 6 വരെ പ്രതികൾക്ക് 20 വർഷം എല്ലാവർക്കും. പിന്നെ ആകെയുള്ളത് 50,000, ചിലർക്ക് മൊത്തം 5 ലക്ഷം രൂപ അല്ലേ? 10 പേരിൽ നിന്നും 10 പേര് തരണോ? അല്ല, 6 പേരല്ലേ? 5 ലക്ഷം രൂപ അതെ. എന്നിട്ട് പറഞ്ഞെങ്കിൽ IT ആക്ട് അനുസരിച്ച് 5 വർഷം പൾസർ സുനിക്ക്, 3 വർഷം അവർക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അതെല്ലാം ഇതിൻ്റെ അകത്ത് ചേർത്തു. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും വിധിച്ചിരിക്കുന്ന എല്ലാ ശിക്ഷകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. മാത്രമല്ല
ഇതുവരെ അനുഭവിച്ച് വിചാരണ കാലം 7 വർഷം അവർ തടവിൽ കിടന്ന് എല്ലാവരും ഇല്ല, ചിലത് ഇപ്പൊ പൾസർ സുനി 7.5 വർഷം അനുഭവിച്ചു, അത്രയും കുറഞ്ഞ 13 വർഷം കിടന്ന ഇനി 12.5 വർഷം അനുഭവിച്ചു. മറ്റുള്ളവര് എത്ര 5 വർഷം അനുഭവിച്ചാൽ മാർട്ടിൻ 5 വർഷം കിടന്നു. 5 വർഷം കുറച്ച് അനുഭവിച്ചാൽ മതി. അപ്പം പൾസർ സുനി പുറത്തു വന്നാലും മാർട്ടിൻ പുറത്തു വരത്തില്ല. അതാണ് അതിന്റെ വിചിത്രമായ സംഗതി. അപ്പോ ഇത്തരത്തിലൊരു വിധി പറയാൻ വേണമെങ്കിൽ ജഡ്ജി പറയായിരുന്നു. എന്താ പറയാതിരുന്നേ? മനഃപൂർവ്വം പത്രക്കാർ രാവിലെ മുതൽ തലങ്ങലവിലെ ഉടൻ 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 ഇരിക്കേണ്ട ഒരു പണി എന്ന് വെച്ചതാണ്. അല്ല, അവസാനം വൈകുന്നേരം പറയാൻ വിഷയമില്ലാതായി. എന്ത് പറഞ്ഞു മടുത്തു, ജനം മടുത്തു. ഇപ്പൊ പറയാം. അത് നല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ചെയ്യേണ്ടിരുന്നതെന്നറിയാമോ? സത്യത്തിൽ ഈ ഭാഗത്ത് ജഡ്ജി ഞാനായിരുന്നെങ്കിൽ 5 മണിയാകുമ്പോഴത്തേക്കും എഴുതി തീർന്നില്ല, നാളെ പറയാന്ന് പറഞ്ഞാൽ നാളെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുവാ. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കൊടുത്താൽ അവരോർക്ക് അടിപൊളി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കടന്നു പോയാൽ എല്ലാം കുളം. ആളുടെ സ്വകാര്യതയിലേക്ക് പോലും കടന്നു ചെല്ലുന്ന രീതിയിലേക്ക് നമ്മൾ മാധ്യമപ്രവർത്തനം കടന്നു പോയിരിക്കുന്നു. കാരണം എനിക്ക് മുന്നിൽ നിൽക്കണം പറഞ്ഞാൽ അപ്പുറമാണ്. അല്ലെങ്കിൽ ഒരു ചാനൽ പോകുമ്പം ഇന്നലെ തന്നെ നമ്മൾ കണ്ട, ആദ്യം രാഹുലിന്റെ പുറകെ 1-2 ചാനൽ ഉണ്ടാകുന്നു. അല്പം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നങ്ങ് നിറയാണ് ചായക്കട എത്തിയപ്പോഴത്തേക്കും. പിന്നെ അവരുടെ തൊഴിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞ നമ്മൾ ഒരു പരിധി വരെ ഇവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം സമ്മർദ്ദം ഉണ്ട്, തൊഴിലുണ്ട്, മത്സരബുദ്ധിയുണ്ട്. കാരണം റിപ്പോർട്ടറേയും രാഹുലിന്റെ പുറകെ നടന്നിട്ട് മാർക്ക് റേറ്റിംഗ് 1ാമതെത്തി. രാഹുലിന്റെ പുറകെ നടന്ന് മഞ്ഞക്കഥ അങ്ങോട്ട് വിളമ്പി 1ാമതെത്തി. പക്ഷെ ഇത് കോടതിയെ പിടിച്ചങ്ങോട്ട് കുലുക്കുക, വലിച്ച. ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിജീവിതയ്ക്കൊപ്പം പറഞ്ഞ് കൊടി പിടിക്കുന്നവർ പ്രതികരിക്കേണ്ടത് സർക്കാരിനെതിരെയാണ്. കഴിഞ്ഞ ദിവസം അതിജീവിതയ്ക്ക് വേണ്ടി പിന്നെ കൊടി പിടിച്ചവരെല്ലാം കൂടെ ഇവിടെ നിന്ന് ചിരിച്ചോണ്ടിരുന്ന ഒരു ഫോട്ടോ ഉണ്ടായത്, ഗ്രൂപ്പ് ഫോട്ടോ. മറ്റേ പാർവതി ചിരിക്കുന്നുണ്ട്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. ആള് മുഴുവൻ പേരും ചിരിക്കുന്നു. എനിക്ക് മനസ്സിലല്ല എന്താണെന്നുള്ളത്. ആ റിപ്പോർട്ടർ, നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ എന്താ അയാളും ചിരിക്കുന്നുണ്ട്. ആ കൂട്ടം റോഷി പോലെ ആ കൂട്ടം നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും സംഭവിച്ചു കാണും ആ സമയത്ത്. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രോബ്ലം ഇത്രയുള്ള, അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ അവർ കൊടി പിടിക്കേണ്ടതും സമരം ചെയ്യേണ്ടതും പിണറായിക്കെതിരെയാണ്. കാരണം പ്രോസിക്യൂഷനെ വേണ്ടതുപോലെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേസ് എന്താണെന്നറിയാത്ത ഒരു ഇടനില നിൽക്കുന്ന ഒരു സ്ത്രീയെ ഈ അതിജീവിതയുടെ വക്കീലായി കൊണ്ട് നടന്നു. ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോട് കാണേണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വക്കീൽ വക്കാലത്ത് കൊടുത്തു കാണുമോ? അങ്ങനെ സാധ്യത ഇല്ല. അതായത് ഈ വക്കാലത്തിട്ടുള്ള വക്കീലൊന്നും അല്ല. ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ അവർ തന്നെ ഇന്ന് പറയും. ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചു, ഇന്ന് അവർ കോടതിയിലുണ്ടായിരുന്നു. ഇല്ല, വളരെ സിമ്പിൾ അല്ലേ? അതായത് കോടതി വിധിയുടെ ജഡ്ജി ചോദിച്ചു, എന്തിയെ അതിജീവിതയുടെ വക്കീലും ചോദിച്ചു. കാരണം കാണാൻ ആഗ്രഹം കാണും, വഴിയിൽ കൊണ്ട് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ. കോടതി കയറാൻ പേടിയായിരുന്നു അവർക്ക്. കോടതി കയറി ആവശ്യത്തിന് പരാമർശം ഉണ്ടാവും. കോടതി കയറിയില്ല അവര്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവരങ്ങ് സ്വയം പ്രഖ്യാപിത വക്കീലായിട്ട് അങ്ങ് കൂടി പ്രോസിക്യൂഷനാണ് നടത്തുന്നത്. എന്നിട്ട് ഇവരുടെ ജോലി എന്താണ് ആർക്കും അറിയില്ല. ഞാൻ അതിജീവിതയുടെ വക്കീലാന്ന് പറഞ്ഞു, അതിജീവിതം ഒന്നും മിണ്ടുന്നില്ല. ഞാൻ അതിജീവിതയുടെ അടുത്ത സുഹൃത്തോട് ചോദിച്ചാണ്, ഞങ്ങൾക്ക് അറിയത്തില്ല അവരെ ഞങ്ങളുടെ വക്കീലായി. അപ്പൊ നിയമപരമായ സാങ്കത്യം ഉണ്ടാവും. അതായത് സഹായിക്കാം, പ്രോസിക്യൂഷൻ സഹായിക്കാൻ പ്രോസിക്യൂട്ടർ കൂടെ അംഗീകരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അല്ല, ഇപ്പൊ വേറെ അതിജീവിതം ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ്. അതായിരിക്കും അതിജീവിതയോടെ ഇങ്ങനെ ഒരു സ്ത്രീ വരുന്നുണ്ട്, ആയിക്കോട്ടെ. അവർ നോക്കുമ്പോൾ ഒരു ആക്ടിവിസ്റ്റ് ആണ്, പൈസ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ഒരു ഒഫീഷ്യൽ വക്കീലൊന്നുമല്ല, പ്രോസിക്യൂട്ടർ സഹായിക്കുക എന്നുള്ളതാണ്. അവർ തന്നെ ഇന്ന് പറയുന്നുണ്ട്, ഞാൻ വക്കീലൊന്നുമല്ല, ഞാൻ ആ മെമ്മറി കാർഡ് കേസിൽ മാത്രമേ നടത്തിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാര്യം പറയുന്നുണ്ട്. പണ്ട് വരെ മറിയം റഷീദിയുടെ കേസ് നടക്കുമ്പോൾ 2 വക്കീലന്മാർ ദിവസം കോടതിയിൽ എത്തി. ഇതുപോലെ ഞാനാണ് വക്കീലെന്ന് പറഞ്ഞു. കോടതി നിങ്ങൾ ആരാണ് തീരുമാനിക്കാൻ പറഞ്ഞു. അത് കോടതിക്ക് ഭയങ്കര. ഈ രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഒരു കാര്യം അതാ. ഒരു വക്കാലത്ത് നിലവിലുള്ളപ്പോൾ വേറൊരു വക്കാലത്തിട്ടു. ആ വക്കീൽ വന്നില്ല, പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞതാ മറ്റൊരു കോടതിയിൽ വക്കാലത്തിട്ടിരിക്കാന്ന് പറഞ്ഞു. യാതൊരു ഇന്ന് റിപ്പോർട്ടർ ചാനലാന്ന് തോന്നുന്നു, ഭയങ്കര രസമുള്ള ഒരു കഥ ഞാൻ കേട്ടു രാവിലെ. പ്രതികളെല്ലാം കോടതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു, ദിലീപ് കോടതിക്കകത്ത് എത്തി എന്ന് പറയുന്നത് കേട്ടു. ദിലീപ് കോടതിക്കകത്ത് എന്താ പറയുന്നൊരു ധാരണയില്ല. കുറച്ച് സംസാരിച്ച് പിന്നെ എന്തെങ്കിലും വായി തോന്നുന്നൊക്കെ പറയാന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. എന്തായാലും ആളുകൾ ഇന്ന് രാവിലെ മുതൽ ഈ ബിൽഡപ്പ് ചെയ്ത് കാത്തിരുന്ന് വെറുതെ ആയിപ്പോയി. കാരണം എന്താ പറയണത്, ഒന്നും സംഭവിച്ചില്ല, യാതൊന്നും സംഭവിച്ചില്ല. കാരണം രാജ്മോഹൻ 1 മുതൽ 6 വരെ പ്രതികൾ ശിക്ഷിക്കപ്പെടും നമുക്ക് ഉറപ്പായിരുന്നു. ഉറപ്പാണല്ലോ. കാര്യം അവർക്ക് കിട്ടാവുന്ന മിനിമം ശിക്ഷ എന്ന് പറഞ്ഞാൽ 20 വർഷം, അതും കിട്ടുന്ന ഉറപ്പായിരുന്നു.
പിന്നെ എന്തിനായിരുന്നു ബിൽഡപ്പ് എനിക്കറിയാം. പലരും പറഞ്ഞ 20 വർഷം അല്ലല്ലോ ഇവരുടെ സങ്കല്പത്തിൽ. ഇവർ പറയുന്നത് നേരത്തെ അങ്ങനെ അല്ലല്ലോ. ഇത് ജീവിതകാലം മുഴുവൻ ജയിൽ കിടക്കേണ്ട രീതിയിലാണ് പലരും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് കാര്യം. എനിവേ ഇതിന്റെ പിന്നിൽ കുറേ ദുരൂഹതകൾ ഇനിയും ബാക്കിയുണ്ട്. ആ ദുരൂഹതകൾ പൊളിച്ചു. ഇനി മാത്രമല്ല ഇനിയുണ്ട് ഹൈക്കോടതി വിചാരണ സാധ്യമല്ലെങ്കിൽ പോലും ഹൈക്കോടതി ഇവർ ഇതുവരെ കൊടുത്തിരിക്കുന്ന തെളിവുകൾ ഈ വിചാരണ കോടതി പരിഗണിച്ചിട്ടില്ലെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്താം. ഞങ്ങളിത് തെളിവുകൾ കൊടുത്തു, ഈ രേഖകൾ പരിശോധിച്ചില്ല, ഈ സാക്ഷി അംഗീകരിച്ചില്ല എന്ന് കോടതിയെ പഠിക്കാം. കോടതി എത്രയോ കേസുകളിൽ കീഴ്ക്കോടതി ശിക്ഷിച്ചവരെ വെറുതെ വിട്ടിട്ടില്ല. ശിക്ഷ വിധിച്ചവരെ വെറുതെ വിട്ടിട്ടില്ല. എത്രയോ കൂട്ടിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് കൂട്ടിയിട്ടുമുണ്ട്. അപ്പം ഇതാണ് ഒരു അവസ്ഥ. എന്തായാലും ഭയങ്കര രസമായിരുന്നു. ആളുകളുടെ കാത്തിരിപ്പ് എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റിവെച്ചില്ല എന്നുള്ളൊരു സന്തോഷമാണ്. മറ്റു വാർത്തകളൊന്നുമില്ല. പ്രത്യേകിച്ച് വഖഫിലൊരു സുപ്രീം കോടതി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതായത് നടപടി തുടരാം, കമ്മീഷൻ തുടരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കമ്മീഷനെതിരെയാണ് അവിടുന്ന് പോയത്. അക്കൂട്ടത്തിൽ അഡീഷണലി പറഞ്ഞൊരു വാക്കാണ് വഖഫ് അസാധുവാണ്. ആ വാക്ക് പറയാനുള്ള അധികാരം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി സ്റ്റേ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനർത്ഥം ഈ പലരും പറയുന്ന മാതിരി വഖഫിനെ എടുത്ത് വഖഫിനെ എടുത്ത് ആറ്റിക്കളഞ്ഞെന്നല്ല, അങ്ങനൊന്നുമല്ല. ഇത് SLP ആണ്, സ്പെഷ്യൽ പെറ്റീഷൻ. SLP അംഗീകരിച്ചിട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വഖഫ് അല്ല എന്നുള്ള വിധി സ്റ്റേ ചെയ്തു. എന്നിട്ട് വിശദമായ വാദം കേൾക്കും. അതിനൊരു ഗുണമുണ്ട്. ഈ പറയുന്ന ഈ മുനമ്പത്തെ യഥാർത്ഥ ജനങ്ങൾ, മുനമ്പത്തെ സമരസമിതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ്. അവർ സ്വന്തം ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അവിടെ കുറേ ആളുകൾ ഇതിനെതിരെ നിലപാടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ മൊഴി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് വഖഫിലെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ മറ്റൊന്നുള്ളത്, പുതിയൊരു ചാനൽ കൂടി വരാൻ പോകുന്നു. അതെ, മലയാളത്തിലേക്ക് ബിഗ് ടി വി എന്ന് പറയുന്നത് തെലുങ്ക് ചാനലാണ്. ആ തെലുങ്ക് ചാനലിൻ്റെ മലയാളം വേഷം വരാൻ പോകുന്നു. ലക്ഷ്മി പത്മ അങ്ങോട്ട് പോയി ന്യൂസ് മലയാളത്തിൽ, നേരത്തെ ഏഷ്യാനെറ്റിലായിരുന്നു. അതുപോലെ തന്നെ അപർണ കുറുപ്പ് ന്യൂസ് 18 അപർണ കുറുപ്പ് പോയി. മീഡിയ വണിൽ നിന്നും വേണു ബാലകൃഷ്ണൻ പോയി. 3 പേര് പോയിരിക്കുന്നു. മറ്റു പലരും സുജയൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അന്വേഷിച്ചിട്ട് നടക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ സുജയ്ക്ക് നല്ല പാക്കേജാണ്. ഈ ചാനൽ അനിൽ അയിരൂർ എന്ന് പറഞ്ഞ ഒരാളാണ് ഏഷ്യാനെറ്റിലുണ്ട്. അയാൾ വളരെ മിടുക്കനാണ്. അയാൾ ജീവനക്കാർക്ക് കൊള്ളാവുന്ന കുറേ പാക്കേജൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടെ റിപ്പോർട്ടർ ചാനലും പാനിക്കായിട്ട് പാക്കേജ് പ്രഖ്യാപിച്ചു. കാരണം അല്ലെങ്കിൽ പോകുമെന്ന് പഠിച്ചിട്ട് ശമ്പളം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത്രയാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മുടെ രജനീകാന്തിൻ്റെ 75ാം പിറന്നാളാണെന്ന്. രജനീകാന്ത് ശരിക്കും എനിക്ക് വ്യക്തിപരമായ ഒരു രസകര ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ ജയഹിന്ദ് ചാനലിൽ കിൻഫ്രയിലായിരുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഓഫീസിൽ വരുമ്പോൾ അതിനകത്തോട്ടൊരു വലിയ ഗ്രാഫിക് സ്റ്റുഡിയോയും ഒരു ഇവിടെ കഴക്കൂട്ടം കിൻഫ്രയിൽ. അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അറിഞ്ഞില്ലേ രജനീകാന്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഇയാൾ വെറുതെ പറഞ്ഞ സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തിരൻ സിനിമ അതിൻ്റെ പ്രിവ്യൂ എന്താ, അതിൻ്റെ ഈ IT സംഗതി മുഴുവൻ ചെയ്ത് സൈബർ ഉടൻ ചെയ്ത് ഇവിടെയാണ്, IT ചെയ്ത് ഇവിടെയാണ്, അത് കാണാൻ പുള്ളി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ശരിയായിരിക്കും. അപ്പം കുറേ കഴിഞ്ഞപ്പം സംഭവം സിനിമ ഒരു ഗേറ്റ് തുറന്ന് പിടിക്കുന്നത് 2 ഇന്നോവ കാറകത്തേക്ക് ഞങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്തത് പെട്ടെന്ന് അവിടെ വേറെ ആരും ചാനലില്ലല്ലോ കിൻഫ്ര ഭാഗത്ത്. മനീഷ് നാരായണ ഉണ്ടല്ലോ നമ്മളെപ്പോഴും ക്യൂവിൻ്റെ മനീഷ് സിനിമയുടെ ഒരാളാണല്ലോ. മനീഷിനെ ക്യാമറയും കൊടുത്തു, ക്യാമറമാനും കൊടുത്ത് അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ അവിടെ വലിയൊരു ഹോട്ടലുണ്ടല്ലോ അതിനകത്ത്. ആ ഹോട്ടൽ അദ്ദേഹം അവിടെ ഉണ്ട്. നേരെ അതിൻ്റെ സെക്രട്ടറി കണ്ടു മനീഷ്. അപ്പം അദ്ദേഹം പറഞ്ഞ അണ്ണനെ പാക്കവേ മുടിയാതെ പിന്നെയാണ് ഇനി ഇൻ്റർവ്യൂ ബൈറ്റ് എടുക്കാൻ വേണമെന്ന് ചോദിച്ചുകൊണ്ട് നിന്ന് രജനീകാന്ത് ഇറങ്ങി നടന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചു. മനീഷ് നേരെ മയക്കുവറ്റങ്ങ് ചെന്ന് അദ്ദേഹം ഇഷ്ടംപോലെ സംസാരിച്ചു, സംസാരിച്ച് മലയാളത്തിൽ ആരും വിളിച്ചിട്ടില്ല, വിളിച്ചാൽ അഭിനയിക്കാൻ പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഭയങ്കര ഫ്രണ്ട്ലിയായി സംസാരിച്ച് അത് ഇറങ്ങിയാണ് പോകാൻ വേണ്ടി. അത് അതിൻ്റെ കയറിങ്ങനെ വരെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ മെയിൻ ഗേറ്റിനോടൊപ്പം നിന്ന് പുള്ളി കയറങ്ങ് നിർത്താൻ പറഞ്ഞു. നിർത്തി പുള്ളി ഗ്ലാസ് താഴ്ത്തി ഞങ്ങളെല്ലാവരും നോക്കി പുള്ളി ഇങ്ങനെ കാണിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവസാനമായിട്ട് ഞാൻ സിനിമ നോക്കി കൈവച്ച് കാണിച്ചു. ഞങ്ങളെല്ലാവരും ഭയങ്കര എന്തൊരു മൂടാണ്. അപ്പൊ ജയ്ഹിന്ദിന് മാത്രം ഇന്റർവ്യൂ കിട്ടി, നമുക്ക് മാത്രം ഇന്റർവ്യൂ കിട്ടി. എന്നിട്ട് അതേ എയർപോർട്ടിന് ശേഷം ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തുള്ളൂ. അപ്പോഴേക്കും പിന്നെ മറ്റുള്ളവർ കൊള്ളാമല്ലോ, അതിന് മുമ്പ് കൊടുത്ത വേറെ പോയി പിടിച്ചാലോ. ഇടയ്ക്ക് പലത് കണ്ട് പലരും എത്തി. അപ്പോഴേക്കും പുള്ളി പോയി. എന്തായാലും ഒരു അത്ഭുതമാണ് ഇന്ത്യ സിനിമ, അത്ഭുതമാണ് അദ്ദേഹം. അപ്പൊ രജനീകാന്തിന് 75ാം പിറന്നാൾ ആശംസകൾ കൂടി ലൂസ് ടോക്ക് നൽകുകയാണ്. നാളെയാണ് കേരളം കാത്തിരിക്കുന്ന അടുത്ത ദിവസം. അതെ, നാളെ വൈകുന്നേരം ഈ ചർച്ച നമുക്ക് വന്നിട്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്ന്, അത് ഇനി പിണറായി വിജയന്റെ ദുർഭരണം തുടരാൻ പോവുകയാണോ എന്നതിന്റെ സെമി ഫൈനലാണ്. അതോ വാട്ടർലൂ ആണോ എന്നുള്ളത് നാളെ പറയാം. അപ്പൊ നാളേക്ക് പാക്കില് നന്ദി, നമസ്കാരം.